ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ സമയം 5:50. ഞാൻ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഹുഡിയൊക്കെ ഇട്ടിരിക്കണേ. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകും. കുറച്ച് കഴിഞ്ഞല്ല, 6:05 എനിക്ക് പോകണം. 6:10 ബസ്. അപ്പോൾ വേഗം പോകണം. ഇപ്പം ഇറങ്ങിയാലേ ശരിയാവുള്ളൂ. പിന്നെ ഇന്ന് കുറച്ച് ഇവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഇന്ന് അശ്വിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിലുണ്ടാവും. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേസാണ് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാറ്. അപ്പോൾ അത് മേടിക്കാൻ പോകണം. ഇന്ന് 2 മണിക്ക് ഞാൻ തിരിച്ചെത്തും. എനിക്ക് 7:30 to 2 ആണ് ഷിഫ്റ്റ്. സോ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. ഞാൻ എത്തി. ഇപ്പോൾ 6:52 ആയി. എത്തി. എല്ലാ ഷോപ്പും അടച്ച് കിടക്കുക. ഒരു ടെന്നക്കമ്പലം ഒക്കെ ആരുമില്ല. ഒരാൾ പോകുന്നുണ്ട്. ഇനി ഇപ്പോൾ കയറിയിട്ട് ഇനിയൊരു 7:30 ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. 2 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോവും. വീട്ടിൽ പോകുമ്പോൾ കാണിക്കാം. പിന്നെ കയറി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്ലിപ്പാവുന്നുണ്ട്. ഭയങ്കര മഴ പെയ്തു പോകുന്നു ഇവിടെയൊക്കെ. ടാറ്റാ. ഹലോ, അങ്ങനെ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ട്രെയിനിൽ കയറി. ഇപ്പോൾ ഫെൽത്തം എത്തി. ഞാൻ ഹോംസിലാണ്. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു, പക്ഷെ എൻ്റെ റെയിൽ കാർഡ് എടുക്കാൻ മറന്നു. ഞാൻ കുറേ പറഞ്ഞ് ഞാൻ റെയിൽ കാർഡ് ഇന്ന് എടുക്കാൻ മറന്നതാണ്, ബാഗ് മാറിപ്പോയതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ കേട്ടു. അവർ അതൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. സമ്മതിച്ചില്ല. എന്നെ കുറേ പറഞ്ഞു. എന്നിട്ട് അവസാനം ഞാൻ ഇങ്ങനെ ഭാഗ്യത്തിന് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിൻ്റെ, അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിച്ചു. ഹലോ, ഞാൻ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായി. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്തി. പക്ഷെ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായി. ഞാൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഫോണൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ നടക്കുന്നത് പ്രൈമാർക്കിക്കാണ്. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു അശ്വിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഉറങ്ങിയൊക്കെ പോയി. എനിക്ക് ഭയങ്കര ക്ഷീണമായി. വേഗം പോവാം. എന്നാലേ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് 5 മണിക്ക് പ്രൈമാർക്ക് അടയ്ക്കാം. വെച്ചിട്ട് മുതൽ പറയണൊക്കെ എന്തെല്ലോ ആണ്. കാരണം ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു. രാവിലെ എണീറ്റിട്ട് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ വയ്യാണ്ടായി. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായി. കുറച്ച് കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അശ്വിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ അതിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. ഗിഫ്റ്റ് മേടിച്ചു. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് അപ്പോഴേക്കും തീർന്നുപോയി. ഇപ്പം ഞാൻ വീട്ടിലെത്തി. ഒന്ന് ഫ്രഷായി.
ഇനി നമ്മൾ രാത്രി കോമൺ കുക്കിംഗ് ആണ്. കാരണം പണ്ട് ഞാൻ നിന്നിരുന്ന വീട്ടിൽ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ പണ്ട് നിന്ന വീട് ഏകം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഏകത്തിലെ വീട്. ഓക്കെ, അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. സോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, പൊറോട്ടയും ചിക്കൻ കറിയും. അപ്പം അതിന് പോയിട്ട് ഹെൽപ്പ് ചെയ്യും. അവിടെ എന്തൊക്കെ നടക്കാം നോക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. ബർത്ത്ഡേ ബോയ്, ഞാൻ സിനിമ കാണാം, കല്യാണ മന്ത്രം. വരും. Bye. Bye. Bye guys. Bye. Okay, tata. Take care. Bye bye. ഹലോ, ഇന്നലെ കിടക്കാനൊക്കെ ലേറ്റായി, ഇന്നലെ രാത്രിയായി, അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ രാവിലെ ആയി. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നലെ അടിപൊളി ദിവസമായിരുന്നു. ആശിൻ്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ച്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.